ഇതില് നമ്മൾ പഠിക്കുന്നത് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ള കാര്യമാണ്. വലുതേത് ചെറുതേത്, വലുതേത് ചെറുതേത്, വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം ആദ്യം, എന്നിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏതെന്ന അല്ലെ. അപ്പം 1/2 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 3/5 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 2/3 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 1/4 എന്നൊരു സംഖ്യയും കിടപ്പുണ്ട് അല്ലെ. ഇങ്ങനെ 4 സംഖ്യകൾ ഭിന്നസംഖ്യകൾ തരുക. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുവാണ്, ഈ 4 ഭിന്നസംഖ്യകൾ തന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുവാണ് ഏതാണ് ഇതിലെ വലുത്, അല്ലെങ്കിൽ ചോദിക്കും ഏതാണ് ഇതിലെ ചെറുത്, ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പം യെസ് ആദിൽ ഹായ്, സ്വാഗതം കേട്ടോ മക്കളെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യും മക്കളെ ഇത് ചോദിച്ചാല്? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇത് ചെയ്യാനുള്ള നോർമൽ കോമൺ സെൻസ് ഉള്ള മെത്തേഡ്, നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നോർമൽ മെത്തേഡ്. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 അല്ലേ മക്കളെ? എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അതുപോലെ 3/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/5 എന്ന് പറഞ്ഞാൽ 0.6 വില കണ്ടുപിടിക്കുമ്പോൾ ഹരിക്കുമ്പോൾ ആണോ? 2/3 എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് സംതിങ് ആണ് അല്ലെ. 2/3 എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് അല്ല, സോറി 0.666 സംതിങ് ആണ് ആണോ? ഇനി 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്, കാലല്ലേ 1/4 എന്ന് പറഞ്ഞാൽ ആണോ? ഓരോന്നിന്റെ ഹരിച്ച് വില കണ്ടുപിടിക്കുക. ഈ വിലകൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും ചെറുതേത്, ഏറ്റവും വലുതേത്, ഇടയ്ക്കുള്ളത് ഏതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ പക്ക നോർമൽ മെത്തേഡ്. അപ്പൊ ഒരു രക്ഷയില്ല എങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഹരിച്ച് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ചെയ്യണം. 1/2 ഹരിച്ച് നോക്കുമ്പോൾ 0.5 കിട്ടും, 3/5 ഹരിച്ച് നോക്കുമ്പോൾ 0.6 കിട്ടും, 2/3 ഹരിച്ച് നോക്കുമ്പോൾ 0.666 സംതിങ് വരും. യെസ്, 1/4 ഹരിച്ച് നോക്കുമ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ കാലെന്ന് പറഞ്ഞാൽ 0.25 ആ മക്കളെ, ശരിയല്ലേ? ആണ്. ഇനി ഇത് നോർമൽ വേ ആണ് അല്ലെ, ഇത് നിങ്ങൾക്കറിയാം, ഇതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ 18ാമത്തെ അടവായിട്ട്. ഇനി എന്താണ് ഇതിന്റെ ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മക്കളെ? ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ അതിൽ വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ ഇങ്ങനെ എതിരെ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 5 × 1 5 ആണ്. പിന്നെ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 2 × 3 6 ആണ്. കണ്ടോ, ഞാൻ ചെയ്തത് രണ്ട് ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് 5 കിട്ടി മക്കളെ. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, അപ്പൊ എനിക്ക് 6 കിട്ടി. കണ്ടോ? യെസ്, ഇവന്മാരെ തമ്മിൽ ഗുണിച്ചിട്ട് ആ വില അതിന്റെ മുകളിൽ എഴുതി, ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് ആ വില അതിന്റെ മുകളിൽ എഴുതി. ഇതിൽ വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. കണ്ടോ, ഇതിലെ വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന പറഞ്ഞാൽ ഇത് 5ഉം ഇത് 6ഉം. ഈ 6ന്റെ താഴെ കിടക്കുന്ന 3/5 ആണ് ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുത്. അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ എന്നിട്ട് അതിൽ ഏത് വലുത് ചെറുതെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ആണിത്. ഇങ്ങനെ ഗുണിച്ച് നോക്കുക, അതിന്റെ വില അതിന്റെ മുകളിൽ എഴുതണം. ഇങ്ങനെ ഗുണിച്ച് നോക്കുക, അതിന്റെ വില അതിന്റെ മുകളിൽ എഴുതണം. വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന വലുത്, ചെറിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ചെറുത്. അപ്പൊ ഇതിങ്ങനെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ, നമുക്ക് വെറുതെ മനക്കണക്കായിട്ട് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. ഇതാണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. അപ്പം ഇതുപോലെ 4 എണ്ണമൊക്കെ വന്നാൽ എന്ത് ചെയ്യും? രണ്ടെണ്ണം ചെക്ക് ചെയ്ത് പോകണം. അപ്പൊ എങ്ങനെയാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഓരോ 2 എണ്ണം വീതം, ശരിയല്ലേ? ആദ്യം നമുക്ക് ഈ 2 എണ്ണത്തെ ചെക്ക് ചെയ്യാം, ഇതിലേതാണ് വലുതെന്ന് കണ്ടുപിടിക്കാം. ശരി, ഞാൻ ആദ്യം മക്കളെ ഇവന്മാരെ ഗുണിച്ചു. ഇതിനെ ഗുണിച്ചപ്പം എനിക്ക് 5 എന്നും ഇതിനെ ഗുണിച്ചപ്പോൾ എനിക്ക് 6 എന്നും കിട്ടി. അപ്പൊ എനിക്കറിയാം ഈ 2 എണ്ണത്തിൽ വലുത് 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/2 വെട്ടിക്കളയാം, കാരണം അത് ചെറുത്, അതിന് ആവശ്യമില്ല. അടുത്ത 2 എണ്ണത്തെ കമ്പയർ ചെയ്താലോ? നമുക്ക് അടുത്ത 2 എണ്ണത്തെ കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇവന്മാരെ 2 പേര്, കാരണം ആദ്യത്തെ 2 എണ്ണത്തിൽ ഇതാണ് വലുതെന്ന് കിട്ടി. അടുത്ത 2 അവന്മാരെ കമ്പയർ ചെയ്യുവാണേ. അടുത്ത 2 അവന്മാരെ കമ്പയർ ചെയ്യുമ്പം അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ 2 അവന്മാരെ കമ്പയർ ചെയ്യുമ്പം ദേ മക്കളെ, ആദ്യം ഞാൻ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, ഇതെനിക്ക് 9 എന്ന് കിട്ടി. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, അപ്പൊ എനിക്ക് 10 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 2 എണ്ണത്തിൽ വലുത് ഏതാ? 2/3 ആണ്. അപ്പൊ 3/5 ചെറുതായതുകൊണ്ട് അവനെ വീണ്ടും വെട്ടിക്കളയാം, ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇനിയുള്ളത് 2 എണ്ണം കൂടെ ഉള്ളൂ. ഈ 2 എണ്ണത്തെയും കൂടെ കമ്പയർ ചെയ്യണം, ശരിയല്ലേ? കമ്പയർ ചെയ്യുമ്പം ഞാൻ ഇത് രണ്ടും നോക്കി 8 കിട്ടി, ഇത് നോക്കി 3 കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 2 എണ്ണത്തിൽ വലുത് 2/3 തന്നെയാണ്. അപ്പൊ ഈ 4 എണ്ണത്തിലും വെച്ച് ഏറ്റവും വലുത് ഏതാ? 2/3 ആണ്. ഇങ്ങനെ ഓരോ 2 എണ്ണം എടുത്ത് കമ്പയർ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും.
ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ചെറിയ സംഖ്യകൾ വരുമ്പോഴാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആകുന്നത്. ഭിന്നസംഖ്യകൾ വലുതാണെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ അല്ല. എങ്കിലും കോമൺലി വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത്. ഒന്നുകൂടെ പറയാം വേഗം. ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഗുണിച്ചു 5, ഇങ്ങനെ ഗുണിച്ചു 6. ഈ രണ്ടെണ്ണത്തിൽ വലുത് 6ന്റെ താഴെ കിടക്കുന്ന 3/5 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2/3നെ അങ്ങ് വെട്ടി. ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ അടുത്ത രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്തു. ഇങ്ങനെ ഗുണിച്ചപ്പോൾ 9ഉം ഇങ്ങനെ ഗുണിച്ചപ്പോൾ 10ഉം കിട്ടി. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ വലുത് 2/3 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്ത ഭിന്നസംഖ്യനെ വെട്ടി, ചെറുതിനെ വെട്ടി ഇങ്ങ് പോവാ. നമ്മൾ അടുത്ത രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്തു. ഇത് ഗുണിച്ചപ്പം 8 കിട്ടി, ഇത് ഗുണിച്ചപ്പം 3 കിട്ടി. അപ്പൊ ഇതിലും വലുത് 2/3 തന്നെയാണെന്ന് മനസ്സിലായി. അപ്പൊ മൂന്നാമത്തേതും വെട്ടി. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഏറ്റവും വലുത് 2/3 ആണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. ഇനി ഇതേ ചോദ്യങ്ങൾ തന്നെ അവര് ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും. ഏറ്റവും വലുതേത് ചെറുതേത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇവയെ ആരോഹണ ക്രമത്തിലാക്കുക, അവരോഹണ ക്രമത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ആരോഹണ ക്രമത്തിലാക്കുക, അവരോഹണ ക്രമത്തിലാക്കുക. അപ്പം നമ്മളിങ്ങനെ ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് പോയാൽ നമ്മുടെ സമയം പോകും. അപ്പം ഈ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഒക്കെ ആക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പം കുറച്ചുകൂടെ നല്ലത് ഇതിന്റെ വിലകൾ കണ്ടുപിടിച്ച് ചെയ്യുന്ന. അതായത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതിന്റെ വില കണ്ടുപിടിക്കണം, ദശാംശസംഖ്യയായിട്ട് ഇതിന്റെയൊക്കെ വിലകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചെറുതും വലുതും ഇടയ്ക്കുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആരോഹണമാക്കുക, അവരോഹണമാക്കുക എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ വില കണ്ടുപിടിച്ച് ചെയ്യണം. വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, ഇതിനെ എല്ലാത്തിനെയും 10 കൊണ്ട് അങ്ങ് ഗുണിക്കണം. എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിക്കണം. എല്ലാവർക്കും ഒരേപോലെ 10 കൊണ്ട് ഗുണിച്ചു. എല്ലാവരെയും ഒരേപോലെ മാറ്റം വരുത്തിയാൽ ആരും പരാതി പറയല്ല അല്ലെ? തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നമുക്ക് കറണ്ട് ഇല്ല, അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിലാണ് പ്രശ്നം, ആണല്ലോ? അത് നമുക്കറിയാം. അപ്പൊ അതുപോലെ ഇവിടെ എല്ലാ സംഖ്യകളെയും ഞാൻ 10 കൊണ്ട് ഗുണിച്ചു. അതുകൊണ്ട് ആർക്കും പരാതിയില്ല, എല്ലാവർക്കും × 10 കിട്ടി, ആണല്ലോ? ഇനി ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിക്കുക. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമുണ്ട് മക്കളെ. നോക്ക്, ഞാൻ 1/2 ചെയ്യുന്നതിന് പകരം 10/2 ചെയ്യുക. എനിക്ക് വേഗം ഉത്തരം 5 ആണെന്ന് പറയാം. 3/5 പകരം 30/5 ചെയ്യുക. എനിക്ക് ഉത്തരം വേഗം 6 ആണെന്ന് എഴുതാൻ പറ്റും. ഞാൻ 2/3 ചെയ്യുന്നതിന് പകരം 20/3 ചെയ്യുക. എനിക്ക് 6 3 18. സോ 6 പോയിന്റ് സംതിങ് അല്ലേ? സംതിങ് എന്ന് പറഞ്ഞാൽ എത്രയിലും ആയിക്കോട്ടെ, കണ്ടുപിടിക്കാൻ പോകണ്ടാന്നേ. 6 3 18, ബാക്കി രണ്ടും ഉണ്ട്, സംതിങ് ആണ്. ഓക്കെ, സോ ഇതോ മക്കളെ 1/4 എന്ന് പറഞ്ഞാൽ 10/4 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് കിട്ടും. കണ്ടോ, ഞാൻ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായില്ലേ? കാരണം പോയിന്റുകൾ കുറച്ച് ഒഴിവായി. 1/2 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 10/2 ചെയ്യാൻ, ശരിയാണോ? 3/5 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 30/5 ചെയ്യാൻ. 2/3 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 20/3 ചെയ്യാൻ. കണ്ടോ, 1/4 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 10/4 ചെയ്യാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ ഈ ടെക്നിക്ക് യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണ്? കൂടുതലും ആരോഹണം അവരോഹണം ഒക്കെ എഴുതുക എന്ന് പറയുമ്പോൾ ഈ ടെക്നിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും. ഇപ്പൊ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഏറ്റവും ചെറുത് ഏതാ. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇതില് 1/4. അതിലും വലുതേതാ? അതിലും വലുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 ആണോ? അതിലും വലുതേതാ മക്കളെ? 3/5. ഏറ്റവും വലുതേതാ മക്കളെ? 2/3. കണ്ടോ, എനിക്ക് അതിന്റെ ആരോഹണ ക്രമത്തിലെ ഓർഡർ വേഗം കിട്ടിയത് കണ്ടോ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞു വന്നാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. മക്കളെ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞതും ഈ ചെയ്തതും വൃത്തിയായിട്ട് മനസ്സിലായോ? സാധാരണഗതിയിൽ വലുതാണോ ചെറുതാണോ നോക്കാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ചോദ്യം ആരോഹണ ക്രമത്തിൽ എഴുതുക അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിച്ചിട്ട് ആ വിലകൾ കണ്ടുപിടിച്ച് ചെയ്താൽ കുറച്ചുകൂടെ വേഗത്തിൽ ഉത്തരങ്ങൾ കിട്ടും. കാരണം ഏറ്റവും ചെറുതും വലുതും ഇടയ്ക്കുള്ളതും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയോ? സെറ്റാ? എങ്കിൽ പറഞ്ഞേ സെറ്റാ. വേഗം വേഗം പറ സെറ്റാ. ഓക്കെ ആണോ സെറ്റാ? സെറ്റാണോ? സംഗതി സെറ്റാണ്? യെസ്, ക്ലിയർ ആണ് അല്ലേ? ശരി, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ശരി, 5/8 ഉണ്ട് അല്ലെ? ഓപ്ഷനിൽ 5/8 ഉണ്ട്. ഓപ്ഷനിൽ 2/3 ഉണ്ട്. ഓപ്ഷൻ സി 4/7 ഉണ്ട് അല്ലെ? ഓപ്ഷൻ ഡി 7/9 ഉണ്ട്. മക്കളെ, നമ്മുടെ ക്ലാസ്സുകൾ
സാവകാശം മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളാണ്. അപ്പം കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് 2x കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എൻ്റെ കുറേ പാവം കുട്ടികളുണ്ട്, അവരെ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അപ്പം കുറച്ചായി കഴിയുമ്പോൾ അവർ ലെവലാവും. തുടക്കത്തിൽ അവർ ഇച്ചിരി പുറകോട്ടാണെങ്കിലും 3-4 ചാപ്റ്റർ കഴിയുമ്പോൾ അവർ നല്ല പുലിക്കുട്ടികളാവും അല്ലേ. അപ്പം അതിനു വേണ്ടി നമ്മളൊന്ന് സാവകാശം വൃത്തിയായിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ആരെയും പേടിക്കാതെ സ്വസ്ഥമായിട്ട് നമ്മുടെ സ്വന്തം ചാനലിൽ. ഓക്കെ, അപ്പം അതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ച് സാവകാശം പറഞ്ഞു പോകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പം അതാണ് ആക്ച്വലി വേണ്ടത്. അതുകൊണ്ടാണേ. അപ്പം അങ്ങനെയാണെങ്കിൽ വേഗം ചെയ്തോ. വേഗം ആൻസറുകൾ പോരട്ടെ. ഇതിലേതാണ് ഏറ്റവും വലുത് എന്നാണ് സേട്ടാ ചോദ്യം. ഇതിലേറ്റവും വലുത് ഏതെന്നാണ് സേട്ടാ ചോദ്യം. ഇതിലേറ്റവും വലുത്. യെസ്. എന്ത് ചെയ്യണം മക്കളെ? ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ 2 എണ്ണം കമ്പയർ ചെയ്യണ്ടേ? വേണോ? ഞാൻ ആദ്യം ഇവന്മാരെ 2 പേരെയും കമ്പയർ ചെയ്യുവാണേ. കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് ഞാൻ ഗുണിച്ചു, അപ്പൊ എനിക്ക് 15 കിട്ടി. ഇങ്ങോട്ട് ഞാൻ ഗുണിച്ചു, അപ്പൊ എനിക്ക് 16 കിട്ടി. അപ്പൊ അറിയാം ഇതിൽ വലിയ സംഖ്യ 16 അതായത് 16 താഴെ കിടക്കുന്ന 2/3 ആണ് വലുത്. അപ്പൊ 5/8 ഓൾറെഡി ചെറുതാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അവനെ തട്ടിക്കളഞ്ഞു. ശരി, അടുത്ത 2 എണ്ണം നമുക്ക് കമ്പയർ ചെയ്യാം. അടുത്ത 2 എണ്ണം കമ്പയർ ചെയ്യാം. ശരി, അടുത്ത 2 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ ഞാൻ ഈ 2 എണ്ണോ കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഗുണിച്ചാൽ എനിക്ക് 14 കിട്ടും, ഇങ്ങനെ ഗുണിച്ചാൽ എനിക്ക് 12 കിട്ടും. ഇതിൽ വലുത് 14ന്റെ താഴെ കിടക്കുന്ന 2/3 ആണ്. ശരിയാണോ? അപ്പൊ 4/7 അതിലെ ചെറുതാണ്, അതുകൊണ്ട് തട്ടിക്കളയാം അല്ലെ. ഇനി അടുത്ത 2 എണ്ണം കമ്പയർ ചെയ്യാം മക്കളെ. ഇതും കൂടെ കമ്പയർ ചെയ്യുവാണ്. ഇങ്ങനെ ഗുണിച്ചു 18 കിട്ടി, ഇങ്ങനെ ഗുണിച്ചു 21 കിട്ടി. ശരിയാണോ? അതിൽ വലിയ സംഖ്യ 21 ആണ്. 21ന്റെ താഴെ കിടക്കുന്ന അല്ലേ 7/9 അല്ലേ മക്കളെ വലുത്? ഇത് ചെറുതല്ലേ? 7/9 അല്ലേ ആൻസർ നജില? അല്ലേ മക്കളെ? അല്ലേ? ഇങ്ങനെ ഗുണിക്കുമ്പോൾ 18ഉം 7 3 21 അല്ലേ വരുന്നത്. സോ 7/9 അല്ലേ വലുത്? ആണ് അല്ലേ? മനസ്സിലായോ മക്കളെ? അപ്പൊ അതുകൊണ്ടോ ഇതിൽ ഏറ്റവും വലുത് കണ്ടുപിടിച്ചു അല്ലെ. ചെറുത് കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിലെയും ചെറുതെടുത്ത് പോകണം. വലുത് കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിൽ എല്ലാത്തിലെയും വലുതെടുത്ത് പോകണം. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ ടെക്നിക്ക്. കിട്ടി? സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ചേട്ടന്മാരെ? നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് മറക്കണ്ട, ജോസ് കാപ്പൻ എന്നാണ്. JOSCKAPPN. ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം അവിടെയാണ് വരുന്നത്. അത് ജോയിൻ ചെയ്യാൻ മറക്കണ്ട.